നമസ്കാരം. ഒരു വിഷമമുള്ള കാര്യം പറയാനായിട്ടാണ് ഞാൻ വന്നത്. നമ്മുടെ ബിഗ് ബോസിലെ ഷാനവാസിക്കയ്ക്ക് ഇപ്പോൾ വയ്യ. അപ്പോൾ അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി എന്നാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. കാരണം നെവിനുമായിട്ടുണ്ടായ ഇഷ്യൂവിൽ നിന്ന് അദ്ദേഹത്തിന് പെട്ടെന്ന് ശരീരത്തിൻ്റെ അസ്വസ്ഥതയൊക്കെ ഉണ്ടാവുകയും ക്ഷീണമൊക്കെ ഉണ്ടായി അദ്ദേഹത്തിന്. അപ്പം എല്ലാവരും കൂടെ ഷാനവാസിക്ക് കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് ബിഗ് ബോസിൻ്റെ ആളുകൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്നാണ് അറിയുന്നത്. അപ്പം അത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് ശരീരത്തിന് അങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടായി എന്ന് നമുക്കൊന്ന് കാണാം. പിന്നെ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് ഞാൻ വീഡിയോ പ്ലേ ചെയ്യുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ കേൾക്കുക. എന്തോന്നല്ല ഇവൻ്റെ ഇവൻ ഭയങ്കര കഷ്ടമാണ്. ഇവനിപ്പോൾ ഓവറായി. ഇവനിപ്പോൾ നെവി
ഷാനവാസിക്കൊക്കെ ആ ടെൻഷന് പെട്ടെന്ന് അവൻ നെറ്റൊക്കെ നിന്നു അതിൻ്റെ ഇതായിപ്പോയി. അപ്പം ഇതാണ് അവിടെ സംഭവിച്ചത്. എന്തോ ഫുഡിൻ്റെയൊക്കെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ നെവിൻ എന്തോ പാല് എടുത്തപ്പോൾ അതിങ്ങനെ പിടിക്കാൻ വന്ന് ഷാനവാസിക്ക. അപ്പോൾ ഇവൻ ആ പാലെടുത്ത് തിരിച്ച് ഷാനവാസിക്കയുടെ മുഖത്തോട്ട് ഇട്ട്, അങ്ങനെ ശരീരം ദേഹം മൊത്തം പാലൊക്കെ. അപ്പോൾ അവിടുന്ന് പെട്ടെന്ന് എന്താണ്ടോ ഉണ്ടായ എന്തോ പെട്ടെന്ന് ഇങ്ങനെ വീഴാൻ പോകുന്ന പോലെ ഇങ്ങനെ മുട്ടുകുത്തി ഇങ്ങനെ നിൽക്കുന്നു. എനിക്കൊന്ന് പെട്ടെന്ന് ആ ടെൻഷൻ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് ഉണ്ടായിട്ടുള്ളൊരു പ്രശ്നമായിരിക്കാം. ഈ ഷാനവാസിക്ക ഒരു പ്രാവശ്യം അക്ബറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാർട്ടിന് ചെറിയൊരു കംപ്ലൈൻ്റ് ഉള്ള ഒരാളാണ്. അതുകൊണ്ട് അത് അക്ബറിനെ അറിയാം. അതുകൊണ്ട് അക്ബർ അങ്ങനെ ഫിസിക്കൽ അസോൾട്ടിനൊന്നും അങ്ങനെയൊന്നും പോകാറൊന്നുമില്ല. ഈ ഷാനവാസിക്ക എന്ന് പറഞ്ഞ സിനിമയിലും സീരിയലിലൊക്കെ അഭിനയിക്കുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹം ഇപ്പം ഈ വേദന കൊണ്ട് അവിടെ ഇരിക്കുമ്പം ഇവൻ പറയുന്നത് അത് വെറും അഭിനയമാണെന്ന്. എന്ത് മനസ്സാക്ഷിയില്ലാത്ത രീതിയിലാണ് അവൻ സംസാരിക്കുന്നത്. ഒരാൾക്കൊരു വേദന ഉണ്ടാകുമ്പം അത് അഭിനയമാണെന്ന് പറയും. ഇപ്പം ഈ അഭിനയിക്കുന്ന ആളുകൾക്ക് നെഞ്ചുവേദന അല്ലെങ്കിൽ ഒരു പ്രയാസമോ ഒന്നും ഉണ്ടാകരുത്. എപ്പോഴും അവരിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കണം. അവരെന്തെങ്കിലും അവരുടെ കരച്ചിലോ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ, വിഷമമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അഭിനയമാണെന്ന് പറയും. അത് എന്താണ്? ഒരു കാര്യം ചെയ്യണം. ഇനി സീസൺ 8 ഈ സിനിമയിൽ അഭിനയിക്കുന്നവരും സീരിയലിൽ അഭിനയിക്കുന്നവരും നാടകത്തിലൊക്കെ അഭിനയിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ബിഗ് ബോസിൽ വന്ന് പോകരുത്. കാരണം അവരുടെ ഫീലിങ്സ്, വിഷമങ്ങളും ഇതുപോലുള്ള ശരീരത്തിന് എന്തെങ്കിലും ഒരു വേദന ഉണ്ടായാൽ അത് കാണിച്ചാൽ മറ്റുള്ളവർ പറയും ഇതെല്ലാം അഭിനയമാണ്. അതുകൊണ്ട് ഈ അഭിനയിക്കുന്ന സിനിമയിലും സീരിയലിലും നാടകത്തിലും TV ഷോയിലൊക്കെ അഭിനയിക്കുന്നവർ ഒരു കാരണവശാലും ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടി വരരുത്. പകരം അനീഷിനെയും നെവിനെയൊക്കെ പോലുള്ളവർ വന്ന് നിൽക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ ഇവരൊന്നും ആരും അറിയത്തില്ല. അനീഷിനെയും നെവിനെയും ഇവരെയൊക്കെ അറിയുന്നത് ഈ ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ്. അതുകൊണ്ട് അവരെ പോലുള്ളവർ വന്നാൽ മതി. ഒരിക്കലും അഭിനയിക്കുന്ന ആളുകൾ വന്ന് അവരോടുള്ള റെസ്പെക്റ്റും സ്നേഹവും കളയരുത്. ഇവരെ പോലുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ജനങ്ങളുടെ മുന്നിൽ നമ്മളുടെ ആ എല്ലാ ബഹുമാനവും സ്നേഹവും ഒക്കെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഒരു കാരണവശാലും വരരുത്. ഇത് ഇപ്പോൾ ഷാനവാസിക്ക് കൺവെൻഷൻ റൂമിൽ കൊണ്ടുപോയി അവരുടെ ആളുകൾ ഇപ്പോൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടുത്തെ ആദില, നൂറ, അനുമോൾ എല്ലാത്തിനും കണക്കിന് കൊടുക്കുന്നുണ്ട്. അക്ബർ, ആര്യൻ, നെവിൻ ഇവർ 3 പേരാണ് ഇപ്പോഴത്തെ ഗ്യാങ്. ഈ 3 പേർക്കും ഈ 3 പെണ്ണുങ്ങളും കൊടുക്കുന്നുണ്ട് നന്നായിട്ട്. അത് ഞാൻ കണ്ടായിരുന്നു. എത്രയും വേഗം ഈ നെവിനെ ഇവിടുന്ന് പുറത്താക്കുക. ഇവൻ്റെ ഒരു ക്യൂട്ട്നെസ്സും ഒരു എക്സ്പ്രഷനും ഇനി ബിഗ് ബോസിൽ വെച്ചുകൊണ്ടിരുത്തരുത്. ഇത്രയും പ്രശ്നം നടന്നിട്ട് ആ നെവിൻ ഒന്ന് അടുത്ത് വന്ന് നിൽക്കുമോ, എന്തെങ്കിലും ഷാനവാസിക്ക് എങ്ങനെ ഉണ്ട്, എന്തെങ്കിലും വെള്ളം വേണമെന്ന് പോലും ചോദിച്ചില്ല. അവൻ പറയാം ഇതൊക്കെ ആക്ടിങ് ആണ്, ഫിസിക്കൽ അസോൾട്ടിനെ പുറത്താക്കണമെങ്കിൽ ആക്കിക്കോട്ടെ. ഇവൻ എന്ത് മനസ്സാക്ഷിയില്ലാത്ത രീതിയിലാണ് ഗെയിം കളിക്കുന്നത്. ഇത് ഗെയിം കളിയെന്നല്ല, ഇത് വേറെ എന്തെങ്കിലുമാണ് പറയുന്നത്. ഇങ്ങനെയൊന്നും അല്ല ഇത്. ഇത്രയും കാലത്ത് ഒന്നാമത് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക പ്രേക്ഷകരുടെ മനസ്സിലുള്ളത് ചന്ത പ്രോഗ്രാമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വൃത്തികെട്ട വാക്കേ ജനങ്ങളുടെ വായിൽ വരത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ അത് കൂടുതലും ജനങ്ങൾക്കുള്ളിൽ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ കാരണമാണ്. ഈ പരിപാടിയിൽ നിന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വെറുക്കുന്നതും ചീത്ത വിളിക്കുന്നതും ലാലേട്ടനെയാണ്. കാരണം മോഹൻലാലിനെ പോലെ ഒരു വലിയൊരു നടൻ, ലോകം അറിയുന്നൊരു നടൻ ഇതുപോലൊരു ലോക്കൽ പരിപാടി വന്ന് ഒരു അവതാരകനായിട്ട് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ആളുകൾക്ക് അദ്ദേഹത്തിനുള്ള ദേഷ്യവും വെറുപ്പും ഉണ്ടാകും. പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സംഭവങ്ങളും ആളുകളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ നെവിനെ എത്രയും വേഗം പറഞ്ഞു വിടുക. ഷാനവാസിക്കൊന്നും പറ്റാതെ വളരെ വേഗത്തിൽ സുഖം പ്രാപിച്ച്
ബിഗ് ബോസിലോട്ട് തിരിച്ചു വരട്ടെ. നെവിനെ എത്രയും വേഗം നമുക്കെല്ലാവർക്കും പുറത്താക്കാം. ഈ രണ്ട് കാര്യം, അനുമോളുടെ ബെഡിൽ വെള്ളം ഒഴിച്ചതും ഷാനവാസിക്കയുടെ ഈ കാര്യം ലാലേട്ടൻ ശനിയാഴ്ച വരുമ്പം കർശനമായിട്ട് ചോദിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. നെവിന് തക്കതായിട്ടുള്ള ശിക്ഷയും ഈ വീട്ടിൽ നിന്നും പുറത്ത് വിടുകയും ചെയ്യണം. ഇതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ പറയുക.